നമസ്കാരം സുഹൃത്തുക്കളെ. ജീവിതത്തിൽ നാം പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ചില ചെറു ശീലങ്ങൾ തന്നെയാണ് നമ്മളെ വില കുറഞ്ഞവരാക്കുന്നത്. ചാണക്യൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ വലിയ വിജയികൾ ചെറിയ കാര്യങ്ങളിലും വലിയ നിയന്ത്രണമുള്ളവരുമാണ്. ഇന്ന് സ്വന്തം വില കളയുന്ന 8 ശീലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാതെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ചില ആളുകൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലരുടെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നത്? എന്നാൽ മറ്റു ചിലർ അവർ എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും ആരും ഒരു വിലയും കൽപ്പിക്കാറില്ല. അവരെ കാണുമ്പോൾ ആളുകൾ മുഖം തിരിക്കും. അവരുടെ അഭിപ്രായങ്ങൾക്ക് ആരും ഒരു വിലയും കൽപ്പിക്കാറില്ല. എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം? അവരുടെ പണമോ സൗന്ദര്യമോ ജോലിയോ അല്ല, അവരുടെ വിലയാണ് കാരണം. അതിനാൽ ഈ പറയുന്ന ഓരോ ശീലങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിൽ ഏതെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ശീലം സമയം പാഴാക്കലാണ്. ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്, കാലത്തെ കളയുന്നവർ ജീവിതത്തെയാണ് കളയുന്നത്. ഇത് വളരെ വലിയൊരു സത്യമാണ്. ഓർക്കുക, സമയം ഒരിക്കൽ പോയാൽ പിന്നെ തിരികെ വരില്ല. പണം നഷ്ടമായാൽ നമുക്ക് തിരിച്ചു പിടിക്കാം, ആരോഗ്യവും ചിലപ്പോഴൊക്കെ വീണ്ടെടുക്കാം. പക്ഷെ സമയം, അത് ഒരു പ്രാവശ്യം പോയാൽ അതൊരിക്കലും തിരിച്ചു വരില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ സമയം ഏറ്റവും കൂടുതലായി കളയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഫോണിൽ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ 5 മിനിറ്റ് എന്നാണ് കരുതുന്നത്. പക്ഷേ 1 മണിക്കൂർ പിന്നിട്ട് പോകും. അപ്പോഴാണ് തിരിച്ചറിയുക എത്ര സമയം കളഞ്ഞു. ലക്ഷ്യമില്ലാതെ സമയം ചിലവഴിക്കുന്നത് മറ്റൊരു വലിയ പ്രശ്നമാണ്. ഉദാഹരണത്തിന്, ദിവസേന 3-4 മണിക്കൂർ വെറുതെ ഇരിക്കുന്നുവെങ്കിൽ ഒരു വർഷത്തിൽ അത് 1000 മണിക്കൂറിലധികം നഷ്ടപ്പെടുത്തുന്നു. ആ സമയത്ത് നിങ്ങൾ ഒരു പുതിയ ഭാഷ പഠിക്കാമായിരുന്നു, ഒരു കഴിവ് വികസിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നെങ്കിലും ചെയ്യാമായിരുന്നു. ഇനിയും നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല. നിങ്ങളുടെ ദിവസത്തിൽ 24 മണിക്കൂറുണ്ടല്ലോ. അതിൽ കുറഞ്ഞത് 2-3 മണിക്കൂർ പഠനത്തിനോ സ്വയം വളർച്ചയ്ക്കോ നിങ്ങൾക്ക് മാറ്റിവെക്കാം. ഒരു പുസ്തകം വായിക്കാം, പുതിയൊരു സ്കില്ല് പഠിക്കാം, നിങ്ങളുടെ ആരോഗ്യത്തിനും ധനകാര്യത്തിനും വേണ്ടി സമയം വിനിയോഗിക്കാം. അങ്ങനെ പലതും ചെയ്യാം. സുഹൃത്തുക്കളെ, സമയം ചെറുതായി കളയുമ്പോൾ അതിൻ്റെ ആഘാതം നമ്മൾ കാണില്ല. പക്ഷേ വർഷങ്ങൾക്കപ്പുറം അത് നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് വലിക്കും. അതുകൊണ്ട് സമയം കളയാതെ സമയത്തെ ഉപയോഗിക്കാൻ പഠിക്കുക. കാരണം സമയത്തിന് വില കൊടുക്കുന്നവനാണ് ജീവിതത്തിൽ വിലപ്പെട്ടവനാകുന്നത്. രണ്ടാമത്തെ ശീലം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ജീവിക്കലാണ്. നമ്മളിൽ പലരും ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർ എന്തു പറയും എന്ന ഭയത്തിൽ കഴിയുന്നതാണ്. അതിനാൽ നമ്മുടെ തീരുമാനങ്ങൾ പോലും മറ്റുള്ളവർ സന്തോഷിക്കാനായി മാറ്റിക്കൊടുക്കുന്നു. നിങ്ങൾക്ക് കഴിവുണ്ട്, സ്വപ്നമുണ്ട്, ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ചുറ്റുമുള്ളവർ എന്തു വിചാരിക്കും എന്ന ആശങ്ക കൊണ്ട് നിങ്ങൾ അത് ചെയ്യാതെ പിന്മാറുന്നു. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കപ്പെടാതെ പോകുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതല്ലാതായി മാറുന്നു. ചാണക്യൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ജീവിക്കുന്നവർ ഒരിക്കലും സ്വന്തം വില തിരിച്ചറിയുകയില്ല. ഇതിനും നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ചോദിക്കുക: ഈ തീരുമാനം എനിക്ക് വളർച്ചയ്ക്കായി സഹായിക്കുന്നുണ്ടോ? ഉത്തരം അതെ എന്നാണെങ്കിൽ മുന്നോട്ട് പോവുക, ഇല്ല എന്നാണെങ്കിൽ അത് നിങ്ങളുടെ വഴിയല്ല. ഓർക്കുക സുഹൃത്തുക്കളെ, എല്ലാവരുടെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ അവസാനം ആരും സന്തോഷിക്കുകയില്ല, നിങ്ങളും പോലും. അതിനാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വില, നിങ്ങളുടെ തീരുമാനങ്ങൾ എല്ലാം നിങ്ങളുടേതായിരിക്കട്ടെ. മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എല്ലാവർക്കും ലഭ്യമായി ജീവിക്കലാണ്. ജീവിതത്തിൽ ചിലർ ചെയ്യുന്ന വലിയ തെറ്റ് എപ്പോഴും എല്ലാവർക്കും ലഭ്യനായി ഇരിക്കുക എന്നതാണ്. ആര് വിളിച്ചാലും ഉടനെ പോവുക, ആര് ചോദിച്ചാലും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് സഹായിക്കുക. ആദ്യം നോക്കുമ്പോൾ ഇത് നല്ലൊരു ശീലം ആയിപ്പോയി തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ സ്വന്തം വില കുറയ്ക്കുന്ന ശീലമാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും ലഭ്യനായി ഇരിക്കുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളെ സ്വാഭാവികമായി ലഭിക്കുന്നവൻ എന്ന് കരുതും. വിലപ്പെട്ട ഒരു കാര്യത്തിന് സ്കാസിറ്റി ഉണ്ടാകണം. സമയം, എനർജി, കഴിവുകൾ ഇവയെല്ലാം പരിമിതമായവയാണ്. അവയെല്ലാം എല്ലാവർക്കും സൗജന്യമായി കൊടുത്താൽ നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയ്ക്ക് സമയം ശേഷിക്കുകയില്ല. ചാണക്യൻ പറഞ്ഞതുപോലെ അവസരം കിട്ടുമ്പോൾ മാത്രം പ്രയോഗിക്കുന്നവനാണ് വിലപ്പെട്ടവൻ. അതായത് നിങ്ങളുടെ സമയം, എനർജി, അറിവ് എപ്പോൾ ആർക്ക് നൽകണം എന്ന് മനസ്സിലാക്കണം. ഒരു ഉദാഹരണം: ഒരു വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് എല്ലായ്പ്പോഴും ലഭ്യനായിരിക്കുന്നു. ഒരാൾ സഹായം ചോദിച്ചാൽ സ്വന്തം പഠനം മാറ്റിവെച്ച് മണിക്കൂറുകൾ കൊടുക്കുന്നു. അവസാനത്തിൽ സുഹൃത്തുക്കൾ പാസ്സാകും, പക്ഷേ അവൻ തന്നെ പരാജയപ്പെടും. നിങ്ങളുടെ സമയം, എനർജി എന്നിവയ്ക്ക് ബൗണ്ടറീസ് സൃഷ്ടിക്കുക. എല്ലാവരുടെയും പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നമല്ലെന്നുള്ളത് തിരിച്ചറിയുക. ഇപ്പോൾ എനിക്ക് കഴിയില്ല എന്ന് പറയാനും പഠിക്കുക.
കാരണം അത് തന്നെയാണ് നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ വില നിലനിർത്തുന്നതിനും അനിവാര്യം. ഓർക്കുക സുഹൃത്തുക്കളെ, എപ്പോഴും എല്ലാവർക്കും ലഭ്യനായിരിക്കുന്നവൻ ആരുടെയും കണ്ണിൽ വിലപ്പെട്ടവനായിരിക്കുകയില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കൂ, പക്ഷേ നിങ്ങളുടെ സമയവും മാനത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുത്താതെ. നാലാമത്തെ ശീലം എന്ന് പറയുന്നത് അധികമായി സ്വന്തം കാര്യങ്ങൾ പങ്കുവയ്ക്കൽ, എല്ലായ്പ്പോഴും പരാതി പറയൽ. ജീവിതത്തെ വില കുറയ്ക്കുന്ന മറ്റൊരു വലിയ ശീലമാണ് അധികമായി നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കലും മറ്റുള്ളവരോട് എപ്പോഴും പരാതി പറയലും. ചിലർ ചെയ്യുന്ന വലിയ തെറ്റ് സ്വന്തം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, പദ്ധതികൾ, പ്രശ്നങ്ങൾ, ദുർബലതകൾ എല്ലാം തുറന്നു പറഞ്ഞാൽ ആളുകൾ അത് വില കൊടുക്കാതെ പോകും. ചിലപ്പോൾ അവർ അതുപയോഗിച്ച് നിങ്ങളെ തന്നെ വേദനിപ്പിക്കുവാനും ഇടയുണ്ട്. ചാണക്യൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറയരുത്. ചില കാര്യങ്ങൾ മൗനത്തിൽ സൂക്ഷിക്കുമ്പോഴാണ് മനുഷ്യൻ ശക്തിയുള്ളവനാകുന്നത്. നിങ്ങളുടെ വിശ്വാസ്യതയുള്ളവർക്ക് മാത്രമേ സ്വകാര്യ കാര്യങ്ങൾ പങ്കുവയ്ക്കാവൂ. എല്ലാ കാര്യവും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ശീലം ഒഴിവാക്കുക. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. കാരണം മൗനം തന്നെ ചിലപ്പോൾ ഏറ്റവും വലിയ ആയുധമാണ്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും പരാതി പറയൽ. ചിലർക്ക് എന്ത് കിട്ടിയാലും എന്ത് സംഭവിച്ചാലും പരാതിയേ പറയാൻ വരൂ. കാലം മോശമാണ്, എനിക്ക് ഭാഗ്യമില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല എന്നിങ്ങനെ. ഇത്തരക്കാർക്കൊപ്പം സമയം ചെലവഴിക്കുന്നവർക്ക് പോലും നെഗറ്റീവ് എനർജി പകരും. ഓർക്കുക, പരാതി പറയുന്നത് അല്ലെങ്കിൽ പ്രശ്നം വലുതായി കാണിക്കുക പക്ഷേ ഒരിക്കലും പരിഹാരമായി മാറുകയില്ല. പകരം പരിഹാരം തേടാൻ ശ്രമിക്കുന്നവരാണ് വിലപ്പെട്ടവരായി മാറുന്നത്. പരാതി പറയുന്ന സമയത്ത് തന്നെ ചോദിക്കൂ, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? പ്രശ്നത്തിൽ കുടുങ്ങാതെ പരിഹാരത്തിലേക്ക് ശ്രദ്ധിക്കുക. നന്ദി പറയാനുള്ള ശീലം വളർത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സത് മാറ്റിമറിക്കും. അധികം പങ്കുവയ്ക്കലും എല്ലായ്പ്പോഴും പരാതി പറയലും ആളുകളുടെ കണ്ണിൽ വില കുറയ്ക്കും. ഓർക്കുക സുഹൃത്തുക്കളെ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയേണ്ടതില്ല. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരാതി പറയേണ്ടതുമില്ല. പകരം മൗനവും നന്ദിയും ചേർന്ന ജീവിതമാണ് നിങ്ങളെ വിലപ്പെട്ടവനാക്കുന്നത്. അഞ്ചാമതായുള്ള സ്വഭാവമാണ് വാക്ക് പാലിക്കാതിരിക്കൽ. ഞാൻ അവിടെ 8 മണിക്ക് എത്തിയേക്കാം എന്ന് വാക്ക് കൊടുത്തു, എന്നാൽ ആ സമയത്ത് ചെല്ലാതെ നിങ്ങൾ വാക്ക് കൊടുത്തതിന് ശേഷം അത് മറന്നു കളയുന്ന ആളാണോ അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വിലയും അവിടെ ഇല്ലാണ്ടാകും. നിങ്ങൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കാതെയാകും. ഓരോ തവണ നിങ്ങൾ വാക്ക് തെറ്റുമ്പോഴും നിങ്ങളുടെ ബഹുമാനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഭാഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിലെ ഈ വിശ്വാസവഞ്ചന വലിയ കാര്യങ്ങളിൽ നിങ്ങളെ വിശ്വാസത്തിന് കൊള്ളാത്തവനാക്കി മാറ്റും. വിശ്വാസമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസം നേടുന്നു. ആ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. ഒരു തവണ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ്. നിങ്ങൾ നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കും? അതുകൊണ്ട് ചിന്തിച്ച് സംസാരിക്കുക. കൊടുത്ത വാക്ക് എന്ത് വില കൊടുത്തും പാലിക്കുക. ആറാമതായി ഉള്ളത് നിങ്ങളുടെ ശരികൾ എന്താണോ അത് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കുക. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല. ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ ഒരു കോമാളിക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനം വേണമെങ്കിൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ പഠിക്കുക. ഏഴാമതായി ഉള്ളത് അധികമായി സംസാരിക്കുന്നതും മറ്റുള്ളവരോട് പരദൂഷണം പറയുന്നതും. അങ്ങനെയുള്ളവർ കാലിയായ പാത്രങ്ങളാണ്. ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് അതുപോലെയാണ് അറിവില്ലാത്ത മനുഷ്യരും. കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ അഭാവത്തിൽ മോശമായി സംസാരിക്കുന്ന ഒരാളുടെ വില പൂജ്യമായിരിക്കും. നിങ്ങൾ പരദൂഷണം പറയുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ സ്വഭാവമല്ല, നിങ്ങളുടെ സ്വന്തം നിലവാരമില്ലായ്മയാണ് തുറന്നു കാട്ടുന്നത്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാളെക്കുറിച്ച് മോശമായി പറയുന്നവൻ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് മോശമായി പറയുമെന്ന് ഉറപ്പാണ്. ഇത് കേൾക്കുന്നവർക്ക് നന്നായി അറിയാം. നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ നിങ്ങളുടെ തലച്ചോറിലുള്ള ചിന്തകളുടെ പ്രതിഫലനമാണ്. നിങ്ങളുടെ സംസാരം നിലവാരമില്ലാത്തവയാണെങ്കിൽ നിങ്ങളും നിലവാരമില്ലാത്തവനാണെന്ന് ആളുകൾ വിധിയെഴുതും. അതുകൊണ്ട് നിങ്ങളുടെ സംസാരം കുറയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക. സംസാരിക്കുമ്പോൾ അതിന് വ്യക്തതയും ആഴവും ഉണ്ടായിരിക്കണം. അടുത്തതായുള്ളൊരു ശീലമാണ് നെഗറ്റിവിറ്റി പടർത്തൽ. ജീവിതത്തെ വില കുറയ്ക്കുന്ന ഏറ്റവും അപകടമായ ശീലങ്ങളിൽ ഒന്നാണ് നെഗറ്റിവിറ്റി പടർത്തൽ. ചിലർ എവിടെ പോയാലും എന്ത് സംസാരിച്ചാലും നെഗറ്റീവ് എനർജി മാത്രം പരത്തും.
ജോലിയെക്കുറിച്ച് പരാതി, കുടുംബത്തെക്കുറിച്ച് വിമർശനം, സമൂഹത്തെക്കുറിച്ച് മോശം വാക്കുകൾ. ഒരാൾക്കൊപ്പം 5 മിനിറ്റ് സംസാരിച്ചാൽ പോലും നമ്മൾ ക്ഷീണിതരാകുന്ന അവസ്ഥ വരുന്നു. ചാണക്യൻ പറഞ്ഞതുപോലെ ദോഷം മാത്രം കാണുന്നവനോട് അധികം സമയം ചെലവഴിക്കരുത്. അവൻ്റെ ചിന്തകൾ മറ്റുള്ളവരുടെ മനസ്സിനെയും മലിനമാക്കും. എന്തുകൊണ്ടാണ് ഈ അപകടം? നെഗറ്റിവിറ്റി വേഗത്തിൽ പടരുന്നു. ഒരു മുറിയിൽ ഒരു മെഴുകുതിരി വെച്ചാൽ പ്രകാശം പടരുന്നതുപോലെ ഒരാൾക്ക് നെഗറ്റീവ് മനോഭാവം ഉണ്ടെങ്കിൽ അത് എല്ലാവരിലേക്കും വേഗം പടരും. നിങ്ങൾ എല്ലായ്പ്പോഴും നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോൾ ആളുകൾ നിങ്ങളെ വിട്ടുമാറും. കാരണം ആരും ജീവിതത്തിൽ ഇരുട്ട് കൊണ്ടുവരുന്നവരുമായി ബന്ധം പുലർത്താൻ ആഗ്രഹിക്കില്ല. അതിനാൽ നെഗറ്റീവ് വാർത്തകൾ, ഗോസിപ്പ്, വിമർശനങ്ങൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാക്സിമം ശ്രമിക്കുക. സാധ്യമെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനമേകുന്ന വാക്കുകൾ പറയുക. ഒരു ചെറിയ പോസിറ്റീവ് വാക്ക് പോലും മറ്റൊരാളുടെ ദിനം മാറിമറിക്കാം. സുഹൃത്തുക്കളെ, നെഗറ്റിവിറ്റി പടർത്തുന്നവർ ഒടുവിൽ ഒറ്റപ്പെടുന്നവരാണ്. പക്ഷേ പോസിറ്റിവിറ്റി പകരുന്നവൻ അവർക്ക് എല്ലായിടത്തും വില കാണും. അതിനാൽ നെഗറ്റിവിറ്റി ഇല്ലാതാക്കി പോസിറ്റിവിറ്റി വിതയ്ക്കുന്നവരായാൽ നിങ്ങളുടെ ജീവിതവും ചുറ്റുമുള്ളവരുടെ ജീവിതവും പ്രകാശിതമാകും. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവരാണ് എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കുന്നത്. മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി ജീവിക്കരുത്. സ്വന്തം ആത്മാഭിമാനത്തിന് വേണ്ടി ജീവിക്കുക. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങൾക്ക് വിശ്വസിക്കാൻ തുടങ്ങും. ഈ 8 ശീലങ്ങൾ ഇവ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുക. നിങ്ങളുടെ വില നിങ്ങൾ തീരുമാനിക്കുന്ന ഒന്നാണ്. അത് മറ്റൊരാൾക്ക് മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല. തെരുവ് നായ പോലും അതിനെ ഭയപ്പെടുത്തുന്നവൻ്റെ മുന്നിൽ വാലാട്ടി നിൽക്കില്ല. മറിച്ച് അതിനെ സ്നേഹത്തോടെ തലോടുന്നവരുടെ കൂടെ നിൽക്കൂ. എന്നാൽ നിങ്ങൾ ഈ ശീലങ്ങൾ തുടർന്നാൽ സമൂഹം നിങ്ങളോട് ഒരു തെരുവ് നായോട് കാണിക്കുന്ന പരിഗണന പോലും കാണിക്കില്ല. നിങ്ങളുടെ വില വീണ്ടെടുക്കുക. ബഹുമാനം പിടിച്ചു വാങ്ങേണ്ട ഒന്നാണ്. അത് യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കുക.